ഗായ്സ് എന്നെ ഇവള് പുച്ഛിച്ചു ഗായ്സ്. ഞാൻ ഹലോ ഗായ്സ് എന്നൊക്കെ പറഞ്ഞത് ആദ്യം ഞാൻ ഇൻട്രോ കൊടുത്തപ്പോഴത്തേക്കും തെറ്റിപ്പോയി. അപ്പൊ എന്നോട് പറഞ്ഞു നീ ഒന്നും മിണ്ടാതെ ഒന്ന് എടുത്താൽ മതി എന്ന് പറഞ്ഞ് അവൾ എന്നെ പുച്ഛിച്ചു. ഗായ്സ് ഇവിടെ എന്താ നടക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസിലേക്ക് കൊണ്ടുപോകേണ്ട കുറെ അധികം പോകുന്ന ബിന്നിക്ക് ഹസ്ബൻഡിനൊരു പുച്ഛം. ആ പുച്ഛൊക്കെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും തന്നെ ഇങ്ങനെ തീരും. അയ്യേ ചിരിക്കണം. അപ്പൊ ഞാൻ ഓപ്പോസിറ്റ് വീഡിയോ ആക്കാം. ഗൈസ് അപ്പം അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെ ഓരോന്നായിട്ട് പാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. സ്പോർട്സും ഇതിൻ്റെ അകത്ത് ഇതൊക്കെ നിറച്ച ഡ്രസ്സുകളാണ് കേട്ടോ ഗൈസ്. ഇതിന്റെ ഡ്രസ്സുണ്ട്. എടി നമ്മുടെ മറ്റേ വലിയ ബാഗ് എന്തി? അപ്പുറത്ത് വേറൊരു ബാഗ് ഉണ്ട്. അത് ലൈറ്റ് ഉണ്ട് അവിടെ. ഇതൊക്കെ കൊണ്ടുപോകാനുള്ള ഇതാണ് ഹാഫ് സാരി. ഇതിൻ്റെ അകത്ത് മൊത്തം നിറഞ്ഞിങ്ങനെ കുത്തി നിറച്ച് വെച്ചേക്കാണ് ഗൈസ്. അപ്പൊ ഇനിയും എടുക്കാനുണ്ട്. ബാക്കി കുറെ സാധനങ്ങൾ ഇനി ഇതൊക്കെ പുതിയതാണ്. ബാക്കി എന്താണ് പറയുക അലമാരി ഇരിക്കുന്ന കുറെ സാധനങ്ങൾ എടുക്കാനുണ്ട്. അപ്പം എങ്ങനെയാവും ഈ ആവേശമൊക്കെ ഡ്രസ്സൊക്കെ എടുത്ത് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അത് കഴിയുമ്പോഴും ആ ആവേശം കിട്ടുമോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതെ, വയ്യാതെ ഇരുന്നിട്ട് ഞങ്ങളെല്ലാം അവളെ നിർബന്ധിച്ചാണ് ചെയ്യുന്നത്, അല്ലാതെ അവൾക്ക് ഇഷ്ടം ഉണ്ടായിട്ടല്ല. എന്തെടുത്ത് തരാം? എനിക്കൊരു നിന്റെ ബ്ലൗസ് ഒക്കെ ഏതാന്ന്. മമ്മിക്ക് ഇത് കാണുമ്പോൾ അറ്റാക്ക് വരും. മമ്മി കഴിഞ്ഞ ദിവസമാണ് ഇത് ആ ബാഗിലെല്ലാം കൂടി ഒന്ന് എടുത്തു വെച്ചേ. മമ്മിക്ക് എത്ര നേരത്തെ പ്രയത്നമായിരുന്നു മമ്മി? എന്നോട് ചോദിക്കരുത് എന്റെ മുന്നേ. എന്തോ ഒരു സമയമല്ല, ദിവസങ്ങളെടുത്ത് ചെയ്തതാണ്. പക്ഷെ അതൊക്കെ എന്റെ ഭാര്യക്ക് ഒരു സെക്കൻഡ് മതി അതൊന്ന് റെഡിയാക്കാം. അല്ലേ വാക്കോ? എന്തും നോക്ക് ഈസി ആയിട്ട് നിസാര സമയം കൊണ്ട് അവളെല്ലാം റെഡിയായി. ഇതിന്റെ അകത്തൊക്കെ നമ്മുടെ സ്പോർട്സ് ടൈപ്പ്. ഇതിന് എന്റെ ജോഗർ എന്നാണോ പറയണ്ടത്? ഇതെന്താ പറയാ? ഇത്രയും അതിനകത്ത് പച്ച ബ്ലൗസ് ഒന്നും ഇല്ലേ? ഇതൊക്കെ ഇന്ന് വാങ്ങിയത് എന്തൊക്കെയോ ഉണ്ട്. ഇതൊക്കെ ഇതെന്തിനാണ് ഈ വെള്ളപ്പാഞ്ച്? ഇത് മറ്റേ ഇതല്ലേ? എനിക്ക് ഇതിനകത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് ഈ സാധനം. ഇതൊക്കെ നല്ല ഉണ്ട് കാണാനായിട്ട്. ഈ റെഡ് ആ ബെസ്റ്റ്. ഇതാണ് അഴുക്ക്. അവൾക്കൊരു പണി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് വൃത്തിയാക്കണം നിർബന്ധം അല്ലേടി? മമ്മി ടാസ്ക് തോറ്റു പോട്ടോ മമ്മി. ഇപ്പൊ എതിരാളിയായിട്ടറിയാം. ഞാൻ എതിരാളിയാണോ? കൊച്ചു ജയിക്കേണ്ടതാ. തലയെ പിടിപ്പിക്കുക. ഇതെല്ലാം ആ ബാഗിനകത്തോട്ട് കയറ്റാണ്. ബ്ലൗസ് ഉണ്ടായിട്ടും ഗൈസ് എനിക്ക് ബ്ലൗസ് ഇല്ല ഗൈസ്. 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത് വീണ്ടും എടുക്കേണ്ടതായിട്ട് അതാ ഇങ്ങനെ കുത്തി കയറ്റി വെക്കുന്നത്. ഇത് പുറത്ത് വെക്കാം. ഇത് ഓരോ ഷൂട്ട് ഉണ്ട്. ഏതാ ഇതൊക്കെ എത്ര മനോഹരമായിട്ട് വെച്ചിരുന്നറിയാമോ? എല്ലാം അടുക്കി പറക്കി വെച്ചതാണ് ഗൈസ്. അടുക്കി പറക്കി വെച്ചാൽ 2 ദിവസം കഴിയുമ്പോൾ എടുക്കാനുള്ളത് കൊണ്ടാട്ടോ ഇത് ഇങ്ങനെ കുത്തി കയറ്റുന്നത്. ആ ബാഗ് ഫില്ല് ആയതോ? അടുത്ത ബാഗ് എടുക്കാം. ബ്ലാക്ക് ബ്ലൗസ് വേണം. ഇതുണ്ട്. ഇത് പറ്റുമോ? നല്ലതായിരിക്കും. ശരി. ആ ബെസ്റ്റ്. ഇതാണ് അഴുക്ക്. അവൾക്കൊരു പണി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് വൃത്തിയാക്കണം നിർബന്ധം അല്ലേടി? മമ്മി ടാസ്ക് തോറ്റു പോട്ടോ മമ്മി. ഇപ്പൊ എതിരാളിയായിട്ടറിയാം. ഞാൻ എതിരാളിയാണോ? കൊച്ചു ജയിക്കേണ്ടതാ.
അവളെറിഞ്ഞപ്പോ പിറ്റി എറിഞ്ഞിട്ട് തലയെ പിടിപ്പിക്കും അവള്. ഇതെല്ലാം ആ ബാഗിനകത്തോട്ട് കയറ്റാവാണ്. ഗൈസ് ഇത് ഇത്രയും ഗ്ലൗസ് ഉണ്ടായിട്ടും ഗൈസ് എനിക്ക് ഗ്ലൗസ് ഇല്ല ഗൈസ്. 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത് വീണ്ടും എടുക്കേണ്ടതായിട്ട് അതാ ഇങ്ങനെ കുത്തി കയറ്റി വെക്കുന്നത്. ഇത് പുറത്ത് വെക്കാം. ഇത് ഓരോ ഷൂട്ട് ഉണ്ട്. ഏതാ ഇതൊക്കെ എത്ര മനോഹരമായിട്ട് വെച്ചിരുന്നാന്ന് അറിയാമോ? അത് കൊടുക്കാം. എല്ലാം അടുക്കി പറക്കി വെച്ചതാണ് ഗൈസ്. അടുക്കി പെറുക്കി വെച്ചാൽ ഇത് 2 ദിവസം കഴിയുമ്പോൾ എടുക്കാനുള്ളത് കൊണ്ടാട്ടോ ഇത് ഇങ്ങനെ കുത്തി കയറ്റുന്നത്. ആ ബാഗ് ഫില്ലായതോ? ഇല്ലേ നമ്മൾ എടുക്കുന്ന ഫോട്ടോ. അടുത്ത ബാഗ് എടുക്കാം, അടുത്ത ബാഗ് എടുക്കാം. അമ്മ ബ്ലാക്ക് ഗ്ലൗസ് വേണേ ഇതുണ്ട്. ഇത് പറ്റുമോ? നല്ലതായിരിക്കും. ഓക്കെ ശരി നമുക്ക് നാളത്തേക്ക് ഗായ്സ്, എല്ലാവരുടെയും കിളി പോയിരിക്കുകയാണ്. അത് നമ്മൾ പിറ്റേ ദിവസം വീണ്ടും അടുക്കള തുടങ്ങി. അടുക്കളയാണ്. പക്ഷെ എന്നെ നാടിയതേ എടാ നാളത്തെ കോസ്റ്റ്യൂമിന്റെ പറയടാ. അവൾ അതിന്റെ ഇടയ്ക്ക് വറക്കെല്ലാം കണ്ടുപിടിച്ചു. നോക്കി മൊത്തം ബില്ലെല്ലാം കളഞ്ഞ. ഇതിന്റെ അതൊക്കെ സാധനങ്ങളെല്ലാം ഇരിക്കുക. ഈ ബാഗിൽ ഓൾറെഡി ഫുള്ള് ഫില്ല് ചെയ്തു. നമ്മൾ ഇത്ര ഫില്ല് വെച്ചത് നമുക്ക് ഏതെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? എല്ലാം ചെയ്യാൻ പറ്റും. നാളത്തേക്ക് ആ ക്രീം